മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കെ ദാമോദരൻ ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കൊളപ്പ ടൗണിൽ കോൺഗ്രസ് പൊതുയോഗവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. മന്ത്രി സണ്ണി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈദേശികാധിപത്യം ഇന്ത്യ വിടുക എന്ന രാഷ്ട്രപിതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രഖ്യാപിച്ച സമരത്തിന്റെ ആ ദിവസമാണ് ആഗസ്റ്റ് 9. ഈ സമരത്തെ നമുക്കറിയാം, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകൾ എന്ത് എന്ന് മോഹൻജിയോട് പറഞ്ഞു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിൽ ഏറ്റവും നിർണായകമായ സമരത്തെയും അന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തള്ളിപ്പറയുകയായിരുന്നു. അവരെ വൈദേശിക ആധിപത്യത്തിന് അവരെ അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. അവിടെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം ഏറ്റവും നിർണായകമായ ഘട്ടമായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം മുഴക്കി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ആ പ്രമേയം പാസാക്കി. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അന്ന് രാത്രിയിൽ തന്നെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ആ ത്യാഗപൂർണമായ അധ്യായത്തിന്റെ ഓർമ്മയാണ് ഇന്ന് രാജ്യം വീണ്ടും പുതുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കൊളപ്പയിലെ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും പഴയകാല കോൺഗ്രസ് നേതാവുമാണ് കെ ദാമോദരൻ. കണ്ണൂർ നിയോജകമണ്ഡലം MLA TO മോഹനൻ വിശിഷ്ടാതിഥിയായി. കൂടാളി ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട UDF അംഗങ്ങൾക്ക് ചടങ്ങിൽ വെച്ച് ഉപഹാരം മന്ത്രി സമ്മാനിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയികളായവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ജിതിൻ കൊളപ്പ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി അംഗം K ഗോപാലൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി AC മനോജ്, KSU ജില്ലാ ഉപാധ്യക്ഷൻ ഹരികൃഷ്ണൻ പാളാട്, കോൺഗ്രസ് പട്ടാനൂർ മണ്ഡലം പ്രസിഡന്റ് KK കൃഷ്ണകുമാർ, യൂത്ത് കോൺഗ്രസ് കൂടാളി മണ്ഡലം പ്രസിഡന്റ് അദ്വൈത്, യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷമീൽ ആയപ്പുഴ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി V ഗോപി, വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് KP ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.